പച്ച പഠിച്ച് കഴിത്തരും. നല്ല കളിയാ, ധോണിക്കൊക്കെ വരും ചൂടെ. വയ്യാത്ത പ്രായത്തിൽ വീട്ടിലിരുന്നാ പോരെ. പ്രായത്തിലുള്ള കാര്യം, കപ്പടിക്കുന്ന കാര്യം. കഴിഞ്ഞ പ്രാവശ്യം ഒരു റണ്ണിലേ പോയിട്ടുള്ളൂ. 12 വർഷമായിട്ട് ഒരു കപ്പ് പോലും എടുക്കാൻ പറ്റാത്ത ഈ മൊണ്ണകളോട് പറയണ വിരമിക്കാൻ. ഞങ്ങൾ മൊണ്ണകളാണെങ്കിൽ ഇവര് ഡബിൾ മൊണ്ണകളാണ്. ഇതിനുള്ള മറുപടി ഞങ്ങൾ തന്നിരിക്കും. കാണാം, ഇത് ഞങ്ങൾ മുംബൈ കപ്പെടുത്തിട്ട് വരും. എന്നാലും നീ എന്ത് പണിയാടാ കാണിച്ചേ? ആര്? ഞാൻ എന്ത് കാണിച്ചു? അന്ന് അടിയുണ്ടായപ്പോ നൈസായിട്ട് മുങ്ങിയില്ലേ? ഓ അതമ്മ റേഷൻ കാർഡിൽ പോവാൻ വിളിച്ചാടാ. നിനക്കപ്പോ കോളൊന്നും വന്നില്ലല്ലോ. വന്നില്ല അല്ലേ? അമ്മ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താണ്. ഉടായിപ്പടാ നീ. അത് വിട്, നീ എന്താ ഡള്ളായിരിക്കുന്നു? ഒന്നുമില്ലടാ, തോറ്റില്ലേ, അതാ ചെന്നൈപ്പോ. അതും പോട്ടെ, ഞാൻ തിണ്ടിയുടെ കളിയാക്കലാണ് സഹിക്കാൻ പറ്റും. ഇതാവുമ്പോ കട്ടക്ക് നിക്കണം കേട്ടോ. അതെന്ത് ചോദ്യടാ, ഫുൾ സപ്പോർട്ട്. അവന്മാര് വരുന്നുണ്ട്, ഒന്ന് കട്ടക്ക് നിക്കണം കേട്ടോ. നീ പൊളിക്കും മുത്തേ, ഞാനുണ്ട് കൂടെ. എന്താണ് വടിയും ചായക്ക് വയറ് നിറച്ച് കിട്ടിയില്ലേ? ഓവർ കളിയാക്കൊന്നും വേണ്ട, ഒരു കളിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ പോരാളിയല്ലേ? ആദ്യത്തെ 5 തോൽക്കും, പിന്നെ കപ്പടിച്ചിട്ട് പോകും അല്ലേ? ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചിരിക്കും. ധോണിയും പിള്ളേരും വന്നിരിക്കാൻ കപ്പടിക്കാനാ. പിള്ളേരല്ലടാ, അപ്പൂപ്പന്മാര്. ഇമ്രാൻ താങ്കളൊക്കെ എന്റെ അപ്പൂപ്പനൊപ്പം പഠിച്ചതാ. ധോണിയല്ല, ധോണി നിക്കർ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ട്. അവസാനം നിക്കറിൽ തുള വീഴാട് നോക്കിയോ? ഇന്നലെ ഒരു തുള ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പോവാണെങ്കിൽ നിക്കറ് മീൻവലയാവും. ഓട് മുംബൈ കണ്ടം വഴി. ആ വഴി പോയാ 10 വരെ കണ്ടോളൂ, 100 വിട്ടോ. അയ്യോ, ഓടണ്ട, കണ്ടു വന്നോ. ഓട്, ഞാൻ ജോഗിങ് ചെയ്യായിരുന്നു. വീടിനകത്ത് ദുബായ് ക്യാപ്റ്റൻ കോഹ്ലിയുടെ പകരം വെക്കാനില്ലാത്ത 1 റൺ പ്രകടനവും അതിഗംഭീരമായ 2 ക്യാച്ചിന്റെയും ബലത്തിൽ പഞ്ചാബിന് ബാംഗ്ലൂരിനെതിരെ 97 റൺസിന്റെ ചെറിയൊരു വിജയം. ആദ്യ കളിയിൽ ത്രസിപ്പിക്കുന്ന വിജയം കൊണ്ട് ആരാധകരെ അങ്കലാപ്പിലാക്കിയെങ്കിലും ഇന്നലത്തെ മത്സരത്തിൽ തോറ്റുകൊണ്ട് പഴയ വിന്റേജ് ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ് കോഹ്ലിപ്പട. IPL പഴയ IPL അല്ലെങ്കിലും ബാംഗ്ലൂർ പഴയ ബാംഗ്ലൂർ തന്നെ ആയിരിക്കുമെന്ന് മത്സരശേഷമുള്ള അഭിമുഖത്തിൽ കോഹ്ലി പറഞ്ഞു. IPL-ൽ എത്ര വമ്പന്മാരുണ്ടായാലും പോയിന്റ് ടേബിളിൽ ബാംഗ്ലൂരിന്റെ തട്ടെ താണു തന്നെ ഇരിക്കുമെന്ന് കോഹ്ലി കൂട്ടിച്ചേർത്തു. കോഹ്ലി പരസ്യത്തിൽ അഭിനയിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത കളി കാണിച്ചിരുന്നെങ്കിൽ 2 ക്യാച്ചും വിട്ട് മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരില്ലായിരുന്നു. ഒരു കളി വെച്ച് വിലയിരുത്തൊന്നും വേണ്ട, കളിയായ ആരായാലും ഒരു ക്യാച്ചൊക്കെ വിടും. ഒരു ക്യാച്ചാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വരുന്ന ക്യാച്ച് മുഴുവൻ വിടുകയല്ലേ. ബോൾ വന്ന് കോഹ്ലിയുടെ അടുത്ത് പിടിച്ചോ പറഞ്ഞാലും കോഹ്ലി വിടും. അതും വിട്ടാ നിക്ക് പോവാൻ പറ്റേ, ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കിട്ടി. ഇതുകൊണ്ട് കോഹ്ലിക്ക് കൊടുത്തോ. ഇനി ക്യാച്ച് വരുമ്പോ ഇതിൽ പിടിക്കാൻ പറഞ്ഞ. അതിന് കോഹ്ലി കൊട്ടയെങ്കിൽ മര്യാദക്ക് പിടിക്കോ? എജ്ജാതി ദുരന്തല്ലേ. ദുരന്തം എന്ന് പറഞ്ഞപ്പോഴേ ഓർത്തത്, നമ്മുടെ രാജുവോടെ രാജസ്ഥാന്റെ ഒപ്പം തോറ്റതിന് ശേഷം ആശാനെ കാണാനേ കിട്ടിയിട്ടില്ല. ചെന്നൈ കളിക്കാൻ ആളില്ല വന്നിട്ട് അങ്ങോട്ട് പോയിണ്ടാവോ? മാരി നീ ഒരുപാട് ഡയലോഗ് ഒന്നും അടിക്കണ്ട, ആദ്യം പോയി ക്യാച്ച് പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യും. ഇതിപ്പോ എവിടെ നിന്ന് വന്ന്? എന്റെ ഫോട്ടോയാ? കാണാനില്ലാന്നോ? ചെന്നൈ 2 മത്സരത്തിൽ തോറ്റതിൽ മനംനൊന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയ സുഹൃത്തിനെ കാണാനില്ല. അടയാളങ്ങൾ: പൊക്കക്കുറവ്, വിവരമില്ലായ്മ, വായി തുറന്നാൽ മണ്ടത്തരങ്ങൾ. തെണ്ടികളെ,
ആ നീ ഇവിടെയൊക്കെ ഉണ്ടാ? ഞാൻ വിചാരിച്ചു ചെന്നൈ തോറ്റപ്പോ നീ നാട് വിട്ടുന്ന്. ഈ ജേഴ്സി കിട്ടിട്ട് നീ ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങണ്ട. ഈ കണക്കിലാണ് എന്നെ 2 ദിവസം കണ്ടില്ല നീയൊക്കെ ആദരാഞ്ജലി കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കോളാ. ആ ബാറ്റ് ഇതാ 2 ബോള്. ബോളിന്റെ അപ്പം തണ്ടി ബാറ്റോടെ എന്തു ആടേ ഇത് പിന്നെ ഫസ്റ്റ് ഒക്കെ പച്ചക്ക് വിളിച്ചാടാ, ഇപ്പൊ ഒരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട്. എടാ നമുക്കൊരു ടെസ്റ്റ് കളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കുളത്തിൽ തോണിയിട്ട് തുഴഞ്ഞു കളിക്കാം. ധോണിയോട് ബാറ്റ് എടുത്ത് ഗ്രൗണ്ട് കയറണ വെച്ച് നല്ലത് ധോണി എടുത്ത് കായലിൽ പോകാൻ പറ, 4 മീനെങ്കിലും കിട്ടും. തുഴയുന്നത് പോട്ടെ, അത് കളിക്കാൻ അറിയാണ്ടാണെന്ന് പറയാ. അവസാനത്തെ 5 റണ്ണും എടുത്ത് ഫിനിഷിംഗ് ചെയ്ത് ആ ക്രെഡിറ്റ് മുഴുവൻ എടുക്കും. ബാക്കി കളിക്കുന്നവന്മാരൊക്കെ എന്താണ് വായിലും വരലും വെച്ചിട്ടിരിക്കേ. ധോണിയെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയണ? പുതിയ പിള്ളേരെ ടീമിലെടുത്ത് പഴയ കളിക്കാരുടെ കരിയർ നശിപ്പിച്ചവൻ, പുതിയ പിള്ളേരെ എടുത്തില്ലെങ്കിൽ യുവാക്കൾക്ക് അവസരം കൊടുക്കാത്തവൻ, അവർ നന്നായി കളിച്ചാൽ മറ്റുള്ളവരുടെ കഴിവിൽ വിജയിക്കുന്നവൻ, ഇനി അവർ കളിച്ചില്ലെങ്കിൽ മോശം ക്യാപ്റ്റൻസി, മധ്യനിരയിൽ കളിച്ചാൽ മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കാത്തവൻ, പിൻനിരയിൽ കളിച്ചാൽ അവസാനം വന്ന് കളിച്ചവൻ, വേഗത്തിൽ കളിച്ച ഔട്ടായ ഉത്തരവാദിത്തം ഇല്ലാത്തവൻ, വിക്കറ്റ് കളയാതെ കളിച്ചാൽ തുഴയൻ, അവസാനം വന്ന് ഫിനിഷ് ചെയ്താൽ ക്രെഡിറ്റ് സ്റ്റീലർ, ഇനി ഫിനിഷ് ചെയ്തില്ലെങ്കിൽ കഴിവ് കെട്ടവൻ. ഇങ്ങനെ കണ്ട അണ്ടന്റെ അടകോടിന്റെ ഈ പഴി മുഴുവൻ കേട്ടിട്ടും കളിച്ച ടീമിന് വേണ്ടി നേടാവുന്നതെല്ലാം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ഇതല്ലടാ ധോണി. ട്രോൾ മുഴുവൻ കാണാതെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ നിനക്ക് അറിയണമെങ്കിൽ ധോണി ആരാണെന്ന് അറിയണം, എന്താണെന്ന് അറിയണം. ധോണിടാ ആരാ? ഓ തോക്കിന്റെയും കൂടി കുറവുണ്ടായിരുന്നു.